അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇതൊന്ന് കണ്ടു നോക്കി. ഇത് ഇന്നലെ ഉള്ളാല ഉറൂസിൽ അങ്ങാടികളിൽ അവിടെയുള്ള ചന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ വീഡിയോ. ഓക്കെ, ഇത് നിങ്ങൾ കാണുന്നത് ഉള്ളാള ഉറൂസിലുള്ള ആ വയലിൻ്റെ സദസ്സിലിരുന്ന ആൾക്കാരുടെ എണ്ണമാണ്. രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇന്നലെയാണ് ഞാൻ ഉള്ളാള ഉറൂസിലേക്ക് രാത്രി പോയത്. സത്യം പറഞ്ഞാൽ പറയാതെ നിർവാഹമില്ല, വിഷമിച്ച് ബേജാറായിട്ടാണ് തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയത്. ഇതിനെ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. വേറൊന്നുമല്ല, പറയാൻ പലരും ഈ വീഡിയോ കണ്ട് പല നെഗറ്റീവുകളും പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പറയാതെ നിർവാഹമില്ല, നമ്മുടെ മേൽ ദൗത്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. കുല്ലുക്കും റാ വ കുല്ലുക്കും മസ്ഊൽ. ഇതിനെ കണ്ട് മിണ്ടാതിരുന്ന ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ടവരെ. പലരുടെ എന്ത് കമൻറ്റുകൾ വന്നു കഴിഞ്ഞാലും നോ പ്രോബ്ലം, ഡസൻറ്റ് മാറ്റർ. കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി എന്നല്ലേ. ആരെങ്കിലും ഒരുത്തന് വല്ല കാര്യവും ദീനിൽ എതിർക്കപ്പെടുന്ന വല്ല കാര്യവും കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ടാണ് ആദ്യം തടയേണ്ടത്. അതും സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ നാവ് കൊണ്ടും, അതും സാധ്യമല്ല അവൻ്റെ ഹൃദയം കൊണ്ടെങ്കിലും ഒന്ന് വെറുക്കണമെന്നാണ്. അപ്പോൾ നമുക്കിങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം അള്ളാഹു നൽകിയപ്പോൾ അതിനെ നമ്മൾ എതിർക്കുക തന്നെ വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വന്നത് അവിടെ അങ്ങാടികൾ നടത്താൻ പാടില്ല എന്നൊന്നുമല്ല. അതൊക്കെ മൈഷത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ പാവങ്ങളുടെ അത്താണിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മുടെ യഥാർത്ഥമായ ഉദ്ദേശം എങ്ങനെയായിരിക്കണം? ഇന്ന് നമ്മളിൽ 90% പോകുന്നത് അങ്ങാടികളെ ഓർത്താണ്. അങ്ങനെയല്ല. അവിടെയുള്ള അള്ളാഹുവിൻ്റെ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെക്കുറിച്ച് പഠിക്കണം, അവരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ ദോഷത്തിനെ വിട്ടുപൊറുക്കാനുള്ള ഒരു കാരണവും കൂടിയാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ മഹാത്മാക്കൾ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുവിനിക്ക് വേണ്ടി ആരാധിച്ച്, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ഉന്നതമായ പദവി നേടിയവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അപ്പോൾ അങ്ങനെയുള്ള ഔലിയാക്കളെ കാണാൻ പോകുമ്പോൾ എന്തൊരു അദബിലും ചിട്ടയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. പക്ഷേ ഇന്ന് നേരെ അധികവും സ്ത്രീകൾ മുഖം മറക്കാതെയാണ് പോകുന്നത്. അന്യപുരുഷന്മാർ കാണുന്ന രീതിയിൽ, ആകർഷിക്കപ്പെടുന്ന രീതിയിലാണ് പലരുടെയും പോക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കണം? അവിടെ പോവുക, സിയാറത്ത് ചെയ്യുക, സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യുക, അവരെ മുമ്പിൽ ആ മഹാത്മാക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ വയതിൻ്റെ സദസ്സിൽ വന്നിരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ വല്ല സാധനവും കൊണ്ടുവന്ന് വല്ല സാധനവും മേടിക്കാൻ വേണ്ടി അവിടെ അങ്ങാടികളിൽ പോയി, അതും പോകുന്ന രീതിയിലായിരിക്കണം, പോയി എന്തെങ്കിലും മേടിച്ച് വരാം. പക്ഷേ കൂടുതൽ ആൾക്കാരും അങ്ങാടിയിലേക്ക് പോവും, പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരും. അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേറൊന്ന് പറയാനുള്ളത്, പെണ്ണും ആണും പരസ്പരം കൂടിക്കലരുക എന്നുള്ളത് എവിടെ നിന്നാണ് നമുക്ക് ഹലാലായത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അതൊരു ഹലാലാണോ എന്ന് തോന്നപ്പെടുന്നുണ്ട്. ഒരിക്കലുമല്ല. ഉറൂസ് എന്ന് പറയുന്നത് ഇവിടെ സംവിധാനിച്ചത് അള്ളാഹുവിൻ്റെ മഹാത്മാക്കളെ അറിയാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു പരിപാടിയെ ഹറാമിലേക്ക് നീക്കം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. പുണ്യകർമ്മത്തിന് നിർത്താൻ വേണ്ടി ഇവിടെ ആരും പറയുന്നില്ല, അത് നിർത്താനും പറ്റുന്നില്ല. കാരണം അത് എല്ലാ വിധത്തിലും സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഓർത്തെടുക്കുക എന്നുള്ളത് പലരുടെയും ആക്കിബത്ത് രക്ഷപ്പെട്ടത് തന്നെ മഹാത്മാക്കളുടെ ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ്. പക്ഷേ നമ്മളതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ പോയി ഇരിക്കുന്നത് എവിടെയാ? അങ്ങാടികളിൽ. അതും പെണ്ണുങ്ങളെ വായി നോക്കി നമ്മൾ നിൽക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അല്ല ഉറൂസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? പിന്നെ ഞാൻ കമ്മിറ്റി ഭാരവാഹികളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയും ഇൻകം വരുന്നുണ്ട്, റവന്യൂ വരുന്നുണ്ട്, അത്രയും പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ ഒരു ഡിവൈഡർ ചെയ്തുകൂടാ? അവർക്ക് പോകാൻ വേണ്ടി ഒരു തടസ്സം എന്ന രീതിയിൽ, അവർക്ക് പരസ്പരം കൂടിക്കലരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തടസ്സം അത് നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മൾക്ക് വേണ്ടത് ഇവിടെ ആൾക്കാരെയാണ് കൂട്ടിയിടേണ്ടത്, അല്ലേ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കിട്ടുമോ? ഉറൂസിലേക്ക് ആൾ കുറയൂലേ?
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത് എല്ലാവരും കമ്മിറ്റി ഭാരവാഹികളും കണ്ട് മിണ്ടാതിരുന്ന ഓരോരുത്തരും അള്ളാഹുവിനോട് ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മൾക്ക് ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വൽ ബാത്തില ബാത്തില. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇനിയുള്ള ഈ വീഡിയോ എത്ര ആൾക്കാരിലേക്ക് എത്തും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എത്തിയവർ ഇതിനൊന്ന് ശ്രദ്ധിച്ച് ഇനി നടന്നാൽ മതി. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പൊരുത്തം നമ്മൾക്ക് കിട്ടുന്നതിന് പകരം അവരുടെ ശാപമാണ് കിട്ടാൻ പോവുക, അല്ലേ? അവിടെ ചാരത്തിരുന്ന് നമ്മൾ കാട്ടുന്ന കോപ്രായങ്ങൾ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇനിയെങ്കിലും ആ ഉറൂസ് കമ്മിറ്റിയുടെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു നല്ല സിസ്റ്റം ചെയ്തിട്ട് ഒന്നിരിക്കലോ പകൽ സമയം ചെയ്യാം, അല്ലെങ്കിൽ പകൽ രാത്രിയിലേക്കാണ് പെണ്ണ് പരസ്പരം ഡിവൈഡ് ചെയ്യാം, പിന്നെ ഇല്ലെങ്കിൽ ബന്ധസ്ഥ ചെയ്യാം. അങ്ങനെ പല രീതികളുണ്ട്. ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിന് വേണ്ടി മാത്രമായി ഉറൂസ് പരിപാടികൾ വെക്കാം. ഇങ്ങനെ അതായത് ഈ യുവാക്കളൊക്കെ എവിടേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പരസ്പരം സംസാരിക്കാനുള്ള ഒരു ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് വിരുദ്ധമായി, ഇങ്ങനെ നടക്കുന്ന അനാചാരങ്ങൾക്ക് വിരുദ്ധമായി ആണ് നാം ശ്രദ്ധിക്കേണ്ടത്, പുണ്യകർമ്മത്തിന് വിരുദ്ധമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഫളീലത്തുകൾ പറയാൻ പലതുമുണ്ട്, അല്ലേ? ഇൻഷാ അല്ലാഹ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ അയച്ചു കൊടുക്കുക മറ്റൊരാൾക്ക് യൂസ് ആവുന്ന രീതിയിൽ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.